ഞാൻ നിങ്ങളെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. പിന്നെ എനിക്ക് അധികം പ്രൂഫൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാനില്ല. മനസ്സിലായ? എനിക്ക് അധികം പ്രൂഫും കാര്യങ്ങളും ഞാൻ ഈ കാണുന്ന എല്ലാവരുടെ കൂടെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞ, എനിക്ക് അധികം പ്രൂഫൊന്നും എനിക്ക് കാണിക്കാനില്ല. എല്ലാം മനസ്സിലാക്കി ഞാൻ തരും ഇവിടെ നിന്ന് പോണതിന് മുമ്പ്. എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ മനസ്സിലാക്കി തന്നിട്ടേ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോവുള്ളൂ. മനസ്സിലായ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കല്ലാതെ മറ്റേ വാച്ചിങ്ങിനും കുറെ ഈ മറ്റേ ഫാൻ പവർ ഉണ്ടാക്കാനും ഫാൻ ബേസ് ഉണ്ടാക്കാനും കുറെ കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഇത് നടക്കണ ആ പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു ടൈം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് എനിക്ക് ലൈവ് ഇട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഷോ കാണിക്കുമായിരുന്നു. മനസ്സിലായ? നീയൊക്കെ ബൗബവ് എന്നല്ലേ പറഞ്ഞ, ഈ ബൗബവിനെയും കാട്ടി അപ്പുറം നല്ല പട്ടി ഷോ കാണിക്കാൻ എനിക്ക് അറിയാമായിരുന്നു. മനസ്സിലായ? ഞാൻ അന്ന് അതൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അന്ന് അതുകൊണ്ട് അതൊക്കെ ചെയ്ത് വരേണ്ടവർ വന്ന് വെള്ളം അടിച്ച് ആര് വെള്ളം അടിച്ച് എടാ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. മനസ്സിലായ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചെയ്യണ ഈ തൊഴിൽ സത്യമായിട്ടും മനസ്സിലായ? ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കണത്. താഴെ എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വെള്ളം അടിച്ചിട്ടോ കുടിച്ചിട്ടോ അല്ല നിങ്ങളെ മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ വന്നേക്കണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കൂല സംസാരിച്ച് തുടങ്ങുന്നത്. ഇത്രയും നേരം എനിക്ക് ടൈം എടുത്ത് നിങ്ങളടുത്ത് സംസാരിക്കേണ്ട, നിങ്ങളെ നോക്കേണ്ട, ഫേസ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എന്നെ അറിയാന്നുള്ളവർ ഇവിടെ ഉണ്ട്. ഇവിടെ ജോലി ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ട ആൾക്കാർ നല്ല രീതിയിൽ അന്തസ്സോടുകൂടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഏന്ന് സ്പാം ആക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മൊത്തം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളടുത്ത് അത് ഏന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളടുത്താണ് നിങ്ങൾ ഇതിന്റെ ഉത്തരം ചോദിക്കേണ്ടത്. മനസ്സിലായ? അവരുടെ അടുത്താണ് നിങ്ങൾ ഈ ഉത്തരങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കേണ്ട അവരുടെ അടുത്താണ്. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ലൈവാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായ? എൻ്റെ ലൈവിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്നവരുടെ കാര്യം മനസ്സിലായോ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. എൻ്റെ കൂടെ നിന്നവരുടെ കാര്യം, ഞാൻ ഉൾപ്പെട്ട പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാടാ. അതിനുള്ള ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് ആണോ കൂട്ടത്തിലുള്ള നമ്പർ 1 എന്തോന്ന്, ഒരു മിനിറ്റ്, കൂട്ടത്തിലുള്ള നമ്പർ 1 പാമ്പ്. ഞാൻ ഇവിടെ വന്നിരുന്നിട്ട്, ഞാൻ എന്റെ ലൈവിൽ വന്നിരുന്നിട്ട് നമ്മളെ കൂട്ടത്തിലുള്ള നമ്പർ 1 പാമ്പ് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എടാ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ചാറ്റ് ഇത്രയും നാൾ ഇവിടെ MRCയുടെ ഓഡിയൻസ് ആയിട്ട് നിങ്ങൾ ഇവിടെ നമ്മളെ ഗ്യാങ്ങിലെ MRZ എന്ന് പറഞ്ഞ ഗ്യാങ് അവിടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കൂട്ടത്തിലുള്ള പാമ്പ് അന്നേ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വേറെ ആരെക്കുറിച്ചും അധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ലടാ. ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഈ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. മുന്നോട്ട് ഇത് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഈ ഗ്യാങ് ഹൗസിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും അതേതാ പേര് വന്നല്ലോ, ഓൾറെഡി പേര് വന്നല്ലോ. ഞാൻ ഇനി ഇതിലോട്ട് കൂടുതൽ സംസാരിക്കുക എന്തായിരിക്കണം. നമ്മളെ ഗ്യാങ് ഹൗസ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ഗ്യാങ് ഹൗസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഗ്യാങ് ഹൗസ് ആയിരുന്നു. ഒരു പ്രശ്നവും ഇല്ല, അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഒരു ഒറ്റ തായോളി അവനെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. ഒരു ഒറ്റ തായോളി എന്റെ ഗ്യാങ് ഹൗസിൽ റിക്രൂട്ട്മെന്റ് എടുത്തു. മനസ്സിലായ? ഒരു ഒറ്റ തായോളി എന്റെ ഗ്യാങ് ഹൗസിൽ റിക്രൂട്ട്മെന്റ് എടുത്തു. 2 ദിവസം മുമ്പ് ഞാൻ ഈ കുണ്ണയുടെ ഒരു വീഡിയോ ഞാൻ കണ്ട്. 2 ദിവസം മുമ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നു, ഈ കുണ്ണ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക്, എന്തിനാ നിങ്ങൾ എന്നെ പാമ്പെന്ന് വിളിക്കണത്, എന്തിനാ നിങ്ങൾ എന്നെ പല്ലീന്ന് വിളിക്കണത്, എന്തിനാ നിങ്ങൾ എന്നെ പാറ്റിയെന്ന് വിളിക്കണം, മൈര്യ നിന്നെ പാമ്പെന്നല്ല വിളിക്കണം. ഞാൻ നിന്റെ മുഖത്തോക്കി ഇപ്പോഴും പറയടാ കുണ്ട, ഞാൻ നിന്റെ മുഖത്തോക്കി പച്ചയ്ക്ക് വിളിക്കും തായോളി എന്ന്. മനസ്സിലായ? ഒരു ഡ്രഗ് ടെസ്റ്റ് ഒക്കെ അതൊക്കെ മോനെ നിക്ക്, വരാം അങ്ങോട്ട് വരാം. പല ആൾക്കാരുടെ ഫാൻസ് കുറച്ച് ആൾക്കാർ വെച്ച് കാണും. ഒരു 5% 5%, 10% 10%, ഇല്ലെങ്കിൽ ഒരു 2% വെച്ച് മലപ്പുറത്തുനിന്ന്, കണ്ണൂര് തളിപ്പറമ്പെന്ന് ഒക്കെ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. കാര്യം എന്താണെന്ന് അറിയാൻ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞു തന്ന എന്താ, ഈ ഗ്യാങ് ഹൗസിലോട്ട് ഒരു തായോളി റിക്രൂട്ട്മെന്റ് എടുത്ത്. മനസ്സിലായ? ഇവനെ റിക്രൂട്ട്മെന്റ് എടുക്കാനേ ഇവൻ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗായ്സ് എന്നെ തൊപ്പി വിളിച്ചു, ഗായ്സ് ഞാൻ MRZ ഗ്യാങ് ഹൗസിൽ കയറാൻ പോവേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ആഡംബരം ഉണ്ടാക്കി ഭയങ്കര ഒരു രീതിയിൽ വന്നു. ഇവനെ നമ്മൾ ഗ്യാങ് ഹൗസിൽ എടുത്ത്. എടാ കുറച്ചെങ്കിലും ഉളുപ്പ്, ഇവ വന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ട ഗായ്സ്? ലൈവ് തുടങ്ങാൻ പോണതിന്, നമ്മളവിടെ ലൈവിനെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ലൈവ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്.
സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണതിന് മുമ്പ് ഇവനൊരു കോള് വന്നു. ഇവന്റെ വീട്ടിൽ നിന്ന് ഇവന് കോള് വന്നു. ലൈവ് തുടങ്ങാൻ നിൽക്കണതിന് മുമ്പ് ഇവന് പറന്ന് ഇവന്റെ ഫോൺ ചാർജിന് കുത്തിയിട്ട് ഇങ്ങനെ പറന്ന് ഇവന് കോള് വന്നിട്ട് ഇവ ഫോൺ എടുക്കല്ല. ഇവന്റെ വീട്ടിലെ ഫോൺ എടുക്കല്ല. ഇവ വന്ന് ഫസ്റ്റ് ദിവസം നമ്മളെ ലൈവിന്റെ അന്നാണ്. മനസ്സിലായ? ഇവ ഫോൺ എടുക്കല്ല. ഒരു രീതിയിൽ ഇവ ഫോൺ എടുക്കില്ല. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും കോള് വന്നല്ലോ, എടാ നീ എന്ത് ഫോൺ എടുക്കാത്തത്? അല്ല, അത് ലൈവ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കണത്. ആര്? ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പറയല്ല. അവന്റെ പേര് പറയാനേ എനിക്ക് കുറച്ച് എനിക്ക് അത്രയും നാണക്കേടാ എനിക്ക് ഇവന്റെ പേര് പറയാൻ വേണ്ടിട്ട്. മനസ്സിലായ? എന്നെ കൊണ്ട് പറയിക്കല്. മനസ്സിലായ? ഇത്രയും നാൾ കണ്ട ഡാപ്പറുകള് വന്നിട്ട് മറ്റേ ബിസ്ക്കറ്റ് നക്കിയതിന്റെയും മറ്റേ പൊത്തി കയറി ഒളിച്ചിരുന്നിട്ട് മറ്റേ ബക്കറ്റ് വെച്ച് കുനിഞ്ഞിരുന്ന് ബക്കറ്റ് വെച്ച് കയറി എയർ ഹോളിലൂടെ നോക്കിയതിന്റെ ഒക്കെ കഥ പറഞ്ഞല്ലോ. ഞാനും കുറച്ച് കഥ പറയാം. മനസ്സിലായ? ഞാനും കുറച്ച് കഥ പറയാം. ആ കഥയും കൂടെ കേട്ടിട്ട് നീയൊക്കെ പോയാൽ മതി. എനിക്ക് ഈ കൂട്ടത്തില് വേറെ പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷെ ഈ ഒറ്റ ഒരുത്തമുണ്ടല്ലോ, ഇവന്റെ കാര്യം എനിക്ക് പറഞ്ഞു. ഞാൻ ഓരോ ആൾക്കാരുടെ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഓക്കെ അതിനുശേഷം ഇവ വന്ന ദിവസമാണ്. ആ ദിവസത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഗ്യാങ് ഹൗസിലോട്ട് പറഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ഒരു കോട്ടും സ്യൂട്ടും മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് അവസാനം വന്ന് ദാമുവിന്റെ വേഷം കെട്ടിയ ദിവസം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ആ ദിവസം കണ്ടവർക്കറിയാം. വൈകുന്നേരം ഇവ നമ്മളവിടെ വന്നപ്പം ഇവ ഫസ്റ്റ് വന്നിട്ട് ഇവന്റെ ഫോൺ ചാർജ് ഇല്ലെന്നും പറഞ്ഞ് ഇവൻ കുത്തിയിട്ടിട്ടാ ഇവൻ പുറത്തു പോയത്. മനസ്സിലായി? ഇവന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ഫോൺ ഇത്രയും വട്ടം കോൾ അടിക്കണം, ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ വെളിയിൽ പോയിട്ട് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വന്നതാ. ഈ ജാസി എന്ന് പറയണവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് കയറി വന്നതാ. മനസ്സിലായ? അവന്റെ ഇൻട്രോ അങ്ങനെ അവന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഇവന്റെ എടാ സൂപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റ് ഓൺ ആക്കിയിട്ടില്ല. സൂപ്പർ ചാറ്റ് ഓഫാ. സൂപ്പർ ചാറ്റ് വേണ്ട. മനസ്സിലായ? ഇവ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറി വന്നതാ ഇവൻ. മനസ്സിലായോ? ഇവന്റെ അമ്മുമ്മ ഇവൻ ഫസ്റ്റ് ഇവന്റെ ഒരു സെന്റിമെന്റ് പിടുത്ത ഒരു സാധനം ഉണ്ടല്ലോ. ഇവന്റെ ഒരു സെന്റിമെന്റ് പിടുത്ത സാധനം ഉണ്ടല്ലോ. വൈകുന്നേരം എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8 മണി 9 മണിക്ക് എന്തോ അന്നത്തെ ദിവസം ഇവന്റെ 8 മണി 9 മണി 10 മണി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വലിയ എന്ന് പറഞ്ഞ ഇവന്റെ അമ്മുമ്മ നമ്മൾ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദ് ഉൾപ്പെടെ നമ്മൾ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദും അമ്മു ഈ പറയണ ഇവനും കൂടെ നമ്മൾ 4 പേര് ആ വീട്ടിൽ പോയിരുന്നു. ഇവന്റെ അമ്മുമ്മ മരിച്ചെന്നും പറഞ്ഞാണ് ആദ്യം ഇവന്റെ ഒരു വീഡിയോ ഇറങ്ങണതും ഇത് ഭയങ്കര രീതിയിൽ കയറിയിട്ട് ഒരു സാധനം ഇവന് ഉണ്ടാക്കണതും. മനസ്സിലായ? ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടുകാർ ഇവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഇവനെ വിളിച്ച് പറഞ്ഞു എന്നും മീൻസ് ഇവന്റെ ഫോണിൽ കോൾ വന്നു, ഇവന്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഇവന്റെ വല്യമ്മ ആ വയസ്സായ അമ്മുമ്മ മരിച്ച കേസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവ ഭയങ്കര അഭിനയവും ഭയങ്കര പറയൊക്കെ ആയിരുന്നല്ലോ അത് ഈ കിടന്ന് സ്ക്രീനിൽ കിടന്നിട്ട്. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ നിന്ന് ഇവ അറിഞ്ഞു ഇവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവ അറിഞ്ഞു. എടാ കൂടെ നിന്നേണ്ട. മനസ്സിലായ? അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാൽ അവന്മാരെ കൂട്ടത്തി അപ്പുറത്തോട്ട്. മനസ്സിലായ? എടാ എന്ത് പ്രൂഫ്? നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ പോടാ അവന്റെ വീട്ടില്. നീയൊക്കെ പോയിട്ട് അന്വേഷിച്ച് നോക്കടാ. അവന്റെ വീട്ടില് മരണം സംഭവിച്ച എത്ര മണിക്കാണെന്ന് നീയൊക്കെ പോയി അന്വേഷിച്ച് നോക്കടാ. ഇനി ഞാൻ അതിന് നിനക്കൊക്കെ പ്രൂഫ് പറഞ്ഞോ? എടാ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ ഇപ്പം വന്ന് നിങ്ങളടുത്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിലൊരു മരണം എനിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് എന്താ? അന്നത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. ഇവന്റെ അമ്മുമ്മ മരിച്ചതാണ്. മനസ്സിലായ? ലൈവിൽ ഇവന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും ലൈവിൽ സെന്റിമെന്റ് പിടിച്ച് ഊമ്പാൻ വേണ്ടിയിട്ട് ഇവ നമ്മളടുത്ത് ആ വീട്ടിൽ കൂടെ ഇന്ന് നമ്മളടുത്ത് പോലും പറയാതെ ഇവ ലൈവിന്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഇത് കണക്ക് മെസ്സേജ് നമ്മളെ കാണിച്ചു. മനസ്സിലായ? ആ പറയണ മെസ്സേജിലുണ്ടായിരുന്നു. നമ്മൾ കണ്ട ആ മെസ്സേജ് ഉണ്ടല്ലോ. ആ മെസ്സേജിലുണ്ടായിരുന്നു ആ മെസ്സേജ് എത്ര മണിക്കാണ് വന്നതെന്നുള്ളത്. മനസ്സിലായ? ഇത് ഇവൻ ലൈവ് കഴിഞ്ഞിട്ട് ഇവൻ ഇനി പോയിട്ട് വേറൊരു ദിവസത്തേക്ക് ഇതാക്കാൻ പറ്റൂല. ഇതൊന്നും വേറെ ദിവസത്തേക്ക് അവൻ ആക്കാൻ പറ്റൂല. ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് എനിക്ക് നിങ്ങൾക്ക് തെളിവും കാര്യങ്ങളും ഒന്നും എനിക്ക് തരാൻ താല്പര്യമില്ല. എന്തു മതി? നിനക്ക് ജാസ്തി പിടിക്കാനാണ് താല്പര്യം. നീ പൊക്കോ. നീ ഇവിടെ ലൈവ് ഒന്നും നീ ഇരിക്കണ്ട. മനസ്സിലായ? എന്ത്